ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇംഗ്ലീഷ് എക്സ്പ്ലോറർ. അങ്ങനെ ഇന്ന് ഡേ 27 ആണ് നമ്മുടെ GK ക്വസ്റ്റ്യൻസിലെ നമ്മുടെ 30-30 ചാലഞ്ചിലെ ഡേ 27 ആണെന്ന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് വെക്കൂ. ഈ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റുമായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. കൂടെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, GK ക്വസ്റ്റ്യൻസ് അല്ലേ, അവരും കൂടെ ഒന്ന് പഠിക്കട്ടെ, എല്ലാവർക്കും യൂസ്ഫുൾ ആയതല്ലേ. ഓക്കെ, അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡേ 27 30 GK ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ഈ ഒരു 30-30 ചാലഞ്ച് കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇനി ഒരു 3 ഡേയ്സും കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 3 ഡേയ്സും കൂടെ ഇതേപോലെ 30 GK ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇപ്പം തന്നെ നമുക്ക് ഓൾറെഡി 30 ഡേയ്സിൽ 30 GK ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ GK ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് മാക്സിമം പഠിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത്? ജാർഖണ്ഡ് ആണ്. ഓക്കെ, ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, നക്കാവരം എന്നറിയപ്പെടുന്ന ദ്വീപുകൾ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? നിക്കോബാർ ദ്വീപുകളാണ് നക്കാവരം എന്നറിയപ്പെടുന്ന ദ്വീപുകൾ. ഫസ്റ്റത്തെ ധാതു സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ജാർഖണ്ഡ്, നക്കാവരം എന്നറിയപ്പെടുന്ന ദ്വീപുകൾ നിക്കോബാർ ദ്വീപുകളാണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, 2021 ഏത് വ്യക്തിയുടെ ആദരസൂചകമായാണ് കേന്ദ്ര സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കാൻ തീരുമാനിച്ചത്? 2021 ഏത് വ്യക്തിയുടെ ആദരസൂചകമായാണ് കേന്ദ്ര സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കാൻ തീരുമാനിച്ചത്? ഏത് വ്യക്തിയുടെ ആദരസൂചകമായിട്ടാണ് കേന്ദ്ര സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കാൻ തീരുമാനിച്ചത്? വർഗീസ് കുര്യൻ്റെ ആദരസൂചകമായാണ് 2021 കേന്ദ്ര സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കാൻ തീരുമാനിച്ചത്. വർഗീസ് കുര്യൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ, ജീവിതശൈലി രോഗങ്ങളെ വരുതിയിലാക്കാനുള്ള ഹോമിയോപ്പതി വകുപ്പിൻ്റെ പദ്ധതി ഏത് എന്നുള്ളതാണ് ചോദ്യം. ജീവിതശൈലി രോഗങ്ങളെ വരുതിയിലാക്കാനുള്ള ഹോമിയോപ്പതി വകുപ്പിൻ്റെ പദ്ധതി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? ആയുഷ്മാൻ ഭവ എന്ന പേരിലുള്ള പദ്ധതിയാണ് ജീവിതശൈലി രോഗങ്ങളെ വരുതിയിലാക്കാനുള്ള ഹോമിയോപ്പതി വകുപ്പിൻ്റെ പദ്ധതി. ആയുഷ്മാൻ ഭവ എന്നുള്ളതാണ്. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, നീലനഗരം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ പ്രദേശം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് നീലനഗരം എന്നറിയപ്പെടുന്നത്? ജോധ്പൂരാണ് നീലനഗരം എന്നറിയപ്പെടുന്ന രാജസ്ഥാനിലെ പ്രദേശം, ജോധ്പൂർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിക്സ്ത് വൺ, ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ യോഗത്തിന് അധ്യക്ഷനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ യോഗത്തിന് അധ്യക്ഷനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? നരേന്ദ്രമോദിയാണ് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയുടെ യോഗത്തിന് അധ്യക്ഷനാകുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി, നരേന്ദ്രമോദി. ഓക്കെ, സെവൻത്ത് ക്വസ്റ്റ്യൻ, നിർബന്ധിത മതപരിവർത്തന നിയമം മൂലം നിരോധിച്ച ആദ്യ സംസ്ഥാനം. നിർബന്ധിത മതപരിവർത്തന നിയമം മൂലം നിരോധിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. നിർബന്ധിത മതപരിവർത്തന നിയമം മൂലം നിരോധിച്ച ആദ്യ സംസ്ഥാനം തമിഴ്നാട്. ഓക്കെ, എയ്ത്ത് ക്വസ്റ്റ്യൻ, നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്നുള്ളതാണ് ചോദ്യം. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. എവിടെയാണ്? പട്യാലയിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് സ്ഥിതി ചെയ്യുന്നത്, പട്യാല. ഓക്കെ, നയൻത്ത് ക്വസ്റ്റ്യൻ, അന്തരീക്ഷത്തിലെ ഈർപ്പം ജലമാക്കി മാറ്റി ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്ന പദ്ധതി ഏത്? അന്തരീക്ഷത്തിലെ ഈർപ്പം ജലമാക്കി മാറ്റി ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്ന പദ്ധതി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? മേഘദൂത് പദ്ധതിയാണ്
അന്തരീക്ഷത്തിലെ ഈർപ്പം ജലമാക്കി മാറ്റി ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്ന പദ്ധതി. മേഘദൂത് പദ്ധതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ നോക്കാം. നാഗം, മരതകം ഇവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. നാഗം, മരതകം ഇവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? രാജസ്ഥാനാണ് നാഗം, മരതകം ഇവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. രാജസ്ഥാൻ. 11th ക്വസ്റ്റ്യൻ, നിശബ്ദ തീരം എന്നറിയപ്പെടുന്ന സ്ഥലം. നിശബ്ദ തീരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ലഡാക്കാണ് നിശബ്ദ തീരം എന്നറിയപ്പെടുന്ന സ്ഥലം. ലഡാക്കാണ് നിശബ്ദ തീരം എന്നറിയപ്പെടുന്ന സ്ഥലം. 12th ക്വസ്റ്റ്യൻ, തെക്കൻ പസഫിക് ദ്വീപ് രാജ്യമായ ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആര് എന്നുള്ളതാണ് ചോദ്യം. തെക്കൻ പസഫിക് ദ്വീപ് രാജ്യമായ ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ദ്രൗപദി മുർമുവിനാണ് കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി എന്ന പരമോന്നത ബഹുമതി, ഫിജിയുടെ പരമോന്നത ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദ ഓർഡർ ഓഫ് ഫിജി ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമുവാണ്. 13th ക്വസ്റ്റ്യൻ, 2021 ഓഗസ്റ്റിൽ തുറന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരട്ടക്കുഴൽ തുരങ്കപാത. 2021 ഓഗസ്റ്റിൽ തുറന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരട്ടക്കുഴൽ തുരങ്കപാത ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? കുതിരാൻ തുരങ്കമാണ് 2021 ഓഗസ്റ്റിൽ തുറന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരട്ടക്കുഴൽ തുരങ്കപാത. ഏതാണ്? കുതിരാൻ തുരങ്കം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 14th one, ജീവൻ എടുക്കുന്ന ഓൺലൈൻ ഗെയിമുകളിൽ നിന്നും ഓൺലൈൻ റാക്കറ്റുകളിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കാനായി 2023 കേരള പോലീസ് ആരംഭിച്ച പദ്ധതി ഏത് എന്നുള്ളതാണ് ചോദ്യം. ആ പദ്ധതിയുടെ പേരെന്ത് എന്നുള്ളതാണ്. എന്താണ്? DDAD എന്നുള്ളതാണ്. ജീവൻ എടുക്കുന്ന ഓൺലൈൻ ഗെയിമുകളിൽ നിന്നും ഓൺലൈൻ റാക്കറ്റുകളിൽ നിന്നും കുട്ടികളെ മോചിപ്പിക്കാനായി 2023 കേരള പോലീസ് ആരംഭിച്ച പദ്ധതി. DDAD എന്ന പേരിലുള്ള പദ്ധതിയാണ് 2023 കേരള പോലീസ് ആരംഭിച്ചത്. DDAD. ഓക്കെ. 15th ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടന. ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടന ഏതാണ്? UN. ഐക്യരാഷ്ട്ര സംഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സംഘടന. ഐക്യരാഷ്ട്ര സംഘടന. ഓക്കെ. 16th ക്വസ്റ്റ്യൻ, സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ കാർഷിക സേവനങ്ങൾക്കുള്ള ഏകജാലക സംവിധാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ കാർഷിക സേവനങ്ങൾക്കുള്ള ഏകജാലക സംവിധാനം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? കതിർ ആപ്പാണ് സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ കാർഷിക സേവനങ്ങൾക്കുള്ള ഏകജാലക സംവിധാനം. കതിർ ആപ്പ്. ഓക്കെ. 17th ക്വസ്റ്റ്യൻ, കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം. കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം എവിടെയാണ്? പാറോട്ടുകോണം, തിരുവനന്തപുരത്തെ പാറോട്ടുകോണത്താണ് കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം. കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ പാറാട്ടുകോണം എന്ന സ്ഥലത്താണ് കേന്ദ്ര മണ്ണ് പരിശോധന കേന്ദ്രം ഉള്ളത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 18th one, UN-ൻ്റെ ആപ്തവാക്യം. UN-ൻ്റെ ആപ്തവാക്യം എന്ത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് UN-ൻ്റെ ആപ്തവാക്യം? ഇതു നിങ്ങളുടെ ലോകം എന്നുള്ളതാണ് UN-ൻ്റെ ആപ്തവാക്യം. ഇതു നിങ്ങളുടെ ലോകം എന്നുള്ളതാണ് UN-ൻ്റെ ആപ്തവാക്യം. ഓക്കെ. 19th one, ഫ്രാൻസിലെ ലൂയി 14 ശേഷം ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന രണ്ടാമത്തെ രാജകുടുംബം എന്ന പദവി നേടിയത് ആര്? അല്ലെങ്കിൽ ഏത് രാജകുടുംബത്തിനാണ് അങ്ങനെ ഒരു പദവി ലഭിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഫ്രാൻസിലെ ലൂയി 14 ശേഷം ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന രണ്ടാമത്തെ രാജകുടുംബം എന്ന പദവി ഏത് രാജകുടുംബത്തിനാണ് നേടിയത്? അല്ലെങ്കിൽ ഏത് രാജകുടുംബമാണ് നേടിയത് എന്നുള്ളതാണ് ചോദ്യം. ഏത് രാജകുടുംബമാണ്? ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയാണ് ഇങ്ങനെയൊരു പദവി നേടിയത്. ഏതായിരുന്നു? ലോക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന രണ്ടാമത്തെ രാജകുടുംബം എന്ന പദവി നേടിയത് ആരായിരുന്നു? ബ്രിട്ടനിലെ എലിസബത്ത് രാജ്ഞിയാണ്. ഓക്കെ. 20th one,
UN-ൻ്റെ പ്രധാന ലക്ഷ്യം. ഇവിടെ UN-ൻ്റെ ആപ്തവാക്യമാണ് നമ്മൾ കണ്ടത്. ഇത് നിങ്ങളുടെ ലോകം എന്നുള്ളത്. നെക്സ്റ്റ് വൺ, UN-ൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ലോകസമാധാനം ഉറപ്പാക്കലാണ് UN-ൻ്റെ പ്രധാന ലക്ഷ്യം. ഇവിടെ UN-ൻ്റെ ആപ്തവാക്യം കണ്ടു, ഇവിടെ UN-ൻ്റെ പ്രധാന ലക്ഷ്യം കണ്ടു. എന്താണ്? ലോകസമാധാനം ഉറപ്പാക്കലാണ് UN-ൻ്റെ പ്രധാന ലക്ഷ്യം. ഓക്കെ. 21st ക്വസ്റ്റ്യൻ. സംസ്ഥാനത്തെ ആദ്യ ജലജീവി രോഗനിർണയ ഗുണനിലവാര പരിശോധന ലബോറട്ടറി നിലവിൽ വന്നത് ഏതാണ്? അല്ലെങ്കിൽ ഏത് ജലജീവി രോഗനിർണയ ഗുണനിലവാര പരിശോധന ലബോറട്ടറിയാണ് സംസ്ഥാനത്ത് ആദ്യം വന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും സംസ്ഥാനത്തെ ആദ്യ ജലജീവി രോഗനിർണയ ഗുണനിലവാര പരിശോധന ലബോറട്ടറി നിലവിൽ വന്നത് ഏതാണ്? കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല കുഫോസ് ആണ് സംസ്ഥാനത്തെ ആദ്യ ജലജീവി രോഗനിർണയ ഗുണനിലവാര പരിശോധന ലബോറട്ടറി. കുഫോസ് ആണ് കേരള മത്സ്യബന്ധന സമുദ്ര ഗവേഷണ സർവകലാശാല കുഫോസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 22nd വൺ. ഐക്യരാഷ്ട്രസഭയുടെ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്രസഭയുടെ ലൈബ്രറി. ഓക്കെ. ഐക്യരാഷ്ട്രസഭയുടെ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. എവിടെയാണ്? ന്യൂയോർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. 23rd വൺ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം ഉള്ളത്. കാസർഗോഡ് ജില്ലയിൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡ്. ഓക്കെ. 24th വൺ. ലോകത്തിൽ ആദ്യമായി വിമാനയാത്ര കൂടുതൽ സുരക്ഷിതവും സുഗമവുമാക്കാൻ ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ പദ്ധതി ആരംഭിച്ച വിമാനത്താവളം. ഏത് വിമാനത്താവളമാണ് ആദ്യമായി വിമാനയാത്ര കൂടുതൽ സുരക്ഷിതവും സുഗമവുമാക്കാൻ ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ പദ്ധതി ആരംഭിച്ച വിമാനത്താവളം ഏതാണ്? അബുദാബി വിമാനത്താവളമാണ് ലോകത്തിൽ ആദ്യമായി വിമാനയാത്ര കൂടുതൽ സുരക്ഷിതവും സുഗമവുമാക്കാൻ ബയോമെട്രിക് സ്മാർട്ട് ട്രാവൽ പദ്ധതി ആരംഭിച്ച വിമാനത്താവളം അബുദാബി വിമാനത്താവളമാണ്. ഓക്കെ. നെക്സ്റ്റ് 25th ക്വസ്റ്റ്യൻ. ചരിത്രത്തിലാദ്യമായി സ്റ്റേഡിയത്തിന് പുറത്തുനിന്ന് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് നടന്ന ഒളിമ്പിക്സ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ചരിത്രത്തിലാദ്യമായി സ്റ്റേഡിയത്തിന് പുറത്തുനിന്ന് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് നടന്ന ഒളിമ്പിക്സ് ഏത് ഒളിമ്പിക്സ് ആയിരുന്നു? പാരീസ് ഒളിമ്പിക്സ് 2024 ഒളിമ്പിക്സ് ആയിരുന്നു ചരിത്രത്തിൽ ആദ്യമായി സ്റ്റേഡിയത്തിന് പുറത്തുനിന്ന് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് നടത്തിയ ഒളിമ്പിക്സ്. പാരീസ് ഒളിമ്പിക്സ് 2024. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 26th ക്വസ്റ്റ്യൻ ആണ്. UN സെക്രട്ടേറിയറ്റിൻ്റെ തലവൻ. UN സെക്രട്ടേറിയറ്റിൻ്റെ തലവൻ ആരാണ്? സെക്രട്ടറി ജനറൽ ആണ് UN സെക്രട്ടേറിയറ്റിൻ്റെ തലവൻ, സെക്രട്ടറി ജനറൽ. 27th ക്വസ്റ്റ്യൻ. UN സെക്രട്ടറി ജനറലിൻ്റെ ഔദ്യോഗിക കാലാവധി. UN സെക്രട്ടറി ജനറലിൻ്റെ ഔദ്യോഗിക കാലാവധി എത്ര ആണ്? ടൈം പീരീഡ് 5 വർഷമാണ് UN സെക്രട്ടറി ജനറലിൻ്റെ കാലാവധി, 5 വർഷം. ഓക്കെ. 28th ക്വസ്റ്റ്യൻ. എല്ലാ അംഗങ്ങളും ചേരുന്ന UN-ൻ്റെ ഘടകം. എല്ലാ അംഗങ്ങളും ചേരുന്ന UN-ൻ്റെ ഘടകം ഏതാണ്? പൊതുസഭയാണ് എല്ലാ അംഗങ്ങളും ചേരുന്ന UN-ൻ്റെ ഘടകം, പൊതുസഭ. 29th ക്വസ്റ്റ്യൻ. UN-ൻ്റെ ഏറ്റവും പ്രധാന ഘടകം. UN-ൻ്റെ ഏറ്റവും പ്രധാന ഘടകം ഏതാണ്? രക്ഷാസമിതിയാണ് UN-ൻ്റെ ഏറ്റവും പ്രധാന ഘടകം, രക്ഷാസമിതി. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ 30th വൺ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കൈറ്റിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കൈറ്റിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? കൈറ്റ് ലിനക്സ് ആണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ കൈറ്റിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയർ, കൈറ്റ് ലിനക്സ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ 27 30 GK ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ നാളെ വീണ്ടും 30 GK ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ പറഞ്ഞത് മറക്കണ്ട, സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. ഓക്കെ. അപ്പോൾ നമുക്ക് നാളെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.